വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കൽത്തപ്പം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ആയിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പം 2 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. അപ്പോൾ അത് നല്ലോണം കഴുകി ഇതുപോലെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഈ ഒരു അരി അളന്നെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചോറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അളവും ഈ ഒരു നമ്മൾ ഏത് ഇതിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ അളന്നെടുക്കാൻ ശ്രമിക്കാം. ഇനി അതേ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസോളം ചിരകിയ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ ഇതിങ്ങനെ ദോശക്കൊക്കെ അരക്കുന്ന ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അങ്ങനെ ഇപ്പം അരിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത്രയും കട്ടിയിൽ ഈ ഒരു മാവ് ആവശ്യമില്ല. അപ്പോൾ നല്ല കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. ഇത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ അതേ മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു ഫ്രൈ പാനിലാണ്. പാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം തേങ്ങൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അരമുറി ഉള്ളി ഞാൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിൽ ഈ എണ്ണയിലൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാനുള്ള ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളി ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം ഈ സമയം ഫ്ലെയിം അല്പം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ ഒരു റെസിപ്പി പണ്ടുള്ളവരൊക്കെ ഉരുളിയിലാണ് തയ്യാറാക്കിയെടുക്കാറ്. അപ്പോൾ വിറകടുപ്പിൽ ഉരുളിയിൽ ഒഴിച്ച് അങ്ങനെ അതിൻ്റെ മുകളിൽ കനലൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ അതൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഉരുളിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് നമുക്ക് കിട്ടും. ഫ്രൈ പാനിലാകുമ്പോൾ അത്ര കട്ടിയിലായിട്ട് നമുക്ക് ഈ ഒരു അപ്പം കിട്ടൂല. ഇനി ഇപ്പം ഇത്രയും മതി. ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ ഏകദേശം ഒരു ഫില്ലാകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് വേണം ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഈ ഒരു പാനിലേക്ക് 6 കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതൊന്ന് കറക്റ്റായി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്ന് നോക്കി അടിഭാഗം ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ കറക്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എണ്ണയുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു കയ്യിലും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അപ്പം വേണ്ടത്. അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ സൈഡ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന അതേ രീതിയിലുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് നമ്മൾ അളന്ന് എടുക്കുകയാണെങ്കിൽ നല്ലൊരു അപ്പം നമുക്ക് തയ്യാറായി കിട്ടും. അങ്ങനെ ഇപ്പോൾ മറ്റേ സൈഡും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു കലത്തപ്പം മധുരം ചേർത്തും തയ്യാറാക്കാറുണ്ട്. ഇതിപ്പം മധുരമൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ആ രീതിയിലാണ് ഞാനിതിനെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു അപ്പത്തിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഇതിന് ഇനി കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.